സത്യം വിളിച്ചു പറഞ്ഞ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പാർട്ടിയെ ഭയന്ന് ഒളിച്ചോടുകയാണെന്ന് നിബിൻ ശ്രീനിവാസൻ. നടത്തറയിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ള തുറന്നു പറഞ്ഞതിന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. താൻ അഴിമതിക്കെതിരെയുള്ള കോടാലിക്കൈയാണെന്നും നിബിൻ ശ്രീനിവാസൻ ജനം ടിവിയോട് പറഞ്ഞു. തൃശൂരിൽ നിന്നും സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി തന്നെ സഹകരണ ബാങ്ക് ക്രമക്കേടുകൾ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ്. ഈ സഹകരണ ബാങ്കുകളിലെ കൊള്ളയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ പാർട്ടി പുറത്താക്കുകയാണ് എങ്കിൽ പോലും അദ്ദേഹം നിബിൻ ശ്രീനിവാസൻ ജനം ടിവിയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. താൻ അഴിമതിക്കെതിരെയുള്ള കോടാലിക്കൈയായി തന്നെ പ്രവർത്തിക്കും. അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെട്ടു. കോടാലിക്കൈ എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കാനുള്ളൊരു കോടാലിക്കൈയായി താൻ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണോ പറയുന്നത്? രോഹിണി, എന്തായാലും ഈ നടത്തറയിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിബിൻ തൊടുത്തുവിട്ട ശരങ്ങൾ അത് പാർട്ടി കേന്ദ്രങ്ങളിൽ തറച്ചു എന്ന് വേണം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ശരത് പ്രസാദ്, അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദും ഒപ്പം തന്നെ നിബിനും തമ്മിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണ രേഖയാണ്, അല്ലെങ്കിൽ ശബ്ദരേഖയാണ് ഇന്നലെ പുറത്തു വന്നിട്ടുള്ളത്. AC മൊയ്തീൻ അടക്കം, MM വർഗീസ് അടക്കം, MK കണ്ണൻ അടക്കം ഈ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ, AC മൊയ്തീൻ മുൻ മന്ത്രിയാണ്, മുൻ ജില്ലാ സെക്രട്ടറിയാണ്, MM വർഗീസ്, ഇങ്ങനെ നോക്കുമ്പോൾ ജില്ലയിലെ MLA-മാരെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ്, ശബ്ദ സന്ദേശമാണ് ഇന്നലെ ശരത് പ്രസാദിന്റെ നിലയിൽ പുറത്തു വന്നിട്ടുള്ളത്. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം ആദ്യം അത് നിഷേധിക്കാൻ ശരത്ത് തയ്യാറായില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് സത്യം എന്നുള്ള രീതിയിലുള്ള സംഭാഷണമൊക്കെ ആയിരുന്നു. പിന്നീട് ആദ്യഘട്ടത്തിൽ ഈ ശബ്ദരേഖ പുറത്തു വന്ന സമയത്ത് ശരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാട്, എന്നാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം ശരത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതിന് ശേഷമാണ് ശരത്തിന്റെ നിലപാടിൽ മാറ്റമുണ്ടാവുന്നത്. ശരത്ത് പറയുന്നത് തനിക്കറിയില്ല ആ ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നു, അത് ആരുടെയാണ് എന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നാണ് ശരത്ത് അറിയിച്ചിട്ടുള്ളത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ശരത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഈ ശരത്തിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് ഈ പൊടുന്നനെയുള്ള നിലപാട് മാറ്റം ശരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിനെ തുടർന്ന് നിബിന്റെ ചില പ്രസ്താവനകൾ, നിബിൻ ശരത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തത്. നിബിൻ ഉറപ്പിച്ച് പറയുന്നു, ശരത്തും ഞാനും കൂടെ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്, ശരത്തിന് എല്ലാ കാര്യങ്ങളിലും വ്യക്തതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നിബിനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള തീരുമാനമുണ്ടായി. നിബിനെ ഇന്നലെ പാർട്ടിക്ക് പുറത്താക്കിക്കൊണ്ടുള്ളൊരു പ്രസ്താവനയും പുറത്തു വന്നു. അതായത് വലതുപക്ഷ സംഘടനകൾക്ക്, വലതുപക്ഷത്തിന് പാർട്ടിനെ അടിക്കാനായിട്ടുള്ള അല്ലെ വെട്ടുവാനായിട്ടുള്ള കോടാലിക്കൈയായി നിബിൻ പ്രവർത്തിക്കുന്നു, നിബിൻ മാറി എന്നാണ് ഈ CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കി, അല്ലെ CPM നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ അതേ ഭാഷയിൽ തന്നെ നിബിനും തിരിച്ചടിച്ചു. അതായത് അഴിമതിക്കെതിരെയുള്ള കോടാലിക്കൈയായി CPM-ന് മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് നിബിനും തിരിച്ചടിച്ചു. എന്തായാലും ഈ ഒരു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം പോലും വെളുപ്പിച്ചത് നടത്തറ വഴിയാണ്, നടത്തറയിലെ കാർഷികേതര സഹകരണ ബാങ്ക് വഴിയാണെന്നുള്ള നിബിന്റെ പ്രസ്താവന, അല്ലെ നിബിന്റെ വെളിപ്പെടുത്തൽ, അത് പാർട്ടി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. വെളപ്പായി സതീശൻ കോടികൾ വെളുപ്പിച്ചത് നടത്തറയിലെ സഹകരണ സ്ഥാപനങ്ങൾ വഴിയാണ്, സഹകരണ ബാങ്ക് വഴിയാണെന്നും നിബിൻ പറയുകയുണ്ടായി. ഒപ്പം തന്നെ MM വർഗീസും അതേപോലെ തന്നെ AC മൊയ്തീൻ അടക്കം ടോപ്പ് ലെവലിലുള്ള ഡീലുകളാണ് നടത്താറുള്ളത്. ഇത്തരത്തിൽ കോടികൾ അവർ സമ്പാദിച്ചു, അവർക്ക് ഒരു കോട്ടവും വരില്ല, അവർക്ക് പണം വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ശരത്ത് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ശബ്ദ സന്ദേശം യഥാർത്ഥത്തിൽ പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരുത്താൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. അതെ, അതോടൊപ്പം സാനു, നമുക്കറിയാം എന്തായാലും ഇപ്പോൾ നിലവിൽ ശരത് പ്രസാദ് ഈ പാർട്ടിയെ ഭയന്ന് കഴിയുകയാണ് എന്നാണ് നിബിൻ ശ്രീനിവാസൻ ആരോപിക്കുന്നത്. നിബിനെതിരെ പാർട്ടി ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട് പാർട്ടിയിൽ നിന്നും. ശരത്തിനെതിരെ കൂടി ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം വലിയ രീതിയിൽ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും രോഹിണി, അതായത് ശരത്തിന്റെ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായത് ജില്ലയിലെ CPM നേതൃത്വമാണ്, ഒപ്പം തന്നെ സംസ്ഥാനത്തെ CPM നേതൃത്വമാണ്. നമുക്കറിയാം കരുവന്നൂർ സഹകരണ ബാങ്ക് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ആ ഒരു വലിയ കൊള്ള, ആ വലിയ കൊള്ളയ്ക്ക് ശേഷം അത് അണികളെ രംഗത്തിറക്കി, അണികളെ റോഡിലേക്ക് ഇറക്കി, നിരത്തിലേക്ക് ഇറങ്ങി അത് പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ കുറ്റങ്ങളും BJP-യുടെയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും നെഞ്ചിലേക്ക് ആക്കിക്കൊണ്ട് തടി തപ്പാൻ വേണ്ടിയിട്ടുള്ള ശ്രമം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന വേളയിലാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ
യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ശരത്തും അതേപോലെ തന്നെ നിബിനും അടക്കമുള്ളവർ, ഒപ്പം തന്നെ നടത്തറ പഞ്ചായത്തിലെ ബിജു എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ അടക്കം ഈ ഒരു അഴിമതിയിൽ, ഈ ഒരു കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നേതാക്കളും അണികളും ഈ പാർട്ടിക്കെതിരെ തന്നെ രംഗത്ത് വന്നതോടുകൂടി CPM നേതൃത്വം, ജില്ലയിലെ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് തന്നെ ശരത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വിവാദ പ്രസ്താവന നടത്തിയതിൽ വിശദീകരണം ശരത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അത് 3 ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് CPM നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശബ്ദ സന്ദേശത്തിൽ ഈ ഒരു വിശദീകരണം ചോദിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ മലക്കം മറിഞ്ഞുകൊണ്ട്, നിലപാടിൽ മലക്കം മറിഞ്ഞുകൊണ്ട് ശരത് പ്രസാദ് രംഗത്ത് വരികയൊക്കെ ചെയ്ത്. എന്തായാലും ശരത് പ്രസാദിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് പാർട്ടിയിലെ ഒരു വിഭാഗം ശരത്തിനെ പുറത്താക്കണം എന്നുള്ളൊരു നിലപാടുമായിട്ട് തന്നെ രംഗത്ത് നിൽക്കുകയാണ്. ഒപ്പം തന്നെ നിബിനെ, ഈ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. യുവജന സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ നിബിൻ. ആ യുവജന സംഘടന, അതായത് DYFIയിൽ നിന്നും ഈ ദിവസങ്ങളിൽ തന്നെ, അതായത് വരും ദിവസങ്ങളിൽ തന്നെ നിബിനെ പുറത്താക്കും. ഒപ്പം തന്നെ ശരത്തിനെതിരെയും പാർട്ടിയുടെ തലത്തിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.